മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സർവ്വ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 6 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ സാപത്തിൽ ഈശോ നന്മ ചെയ്യുന്നതിനെ വിമർശിക്കുകയും അതിനെതിരെ നിൽക്കുകയും ചെയ്യുന്ന ഫരിസേയരെയും പുരോഹിത പ്രമുഖന്മാരെയും നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതേ അനുഭവങ്ങൾ ചിലപ്പോൾ കടന്നു വന്നു എന്ന് വരാം. നന്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പലരും നമുക്ക് എതിര് നിൽക്കാം. പല വിധത്തിലുള്ള വിമർശനങ്ങളും നമ്മൾ കേൾക്കേണ്ടി വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിലെ വിമർശനങ്ങളില് നിരാശപ്പെടാതെ, തളർന്നു പോകാതെ, ആ വിമർശനങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവില് നമ്മൾ നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശിഷ്യരാണ്. ക്രിസ്തു ശിഷ്യൻ ജീവിതത്തിൽ എപ്പോഴും നന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം അവന്റെ ഉള്ളിലുള്ളത് നന്മയാണ്. ആ നന്മ പ്രതിഫലിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് തടസ്സങ്ങളുണ്ടാകും, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. പക്ഷെ തളരരുത് പ്രിയപ്പെട്ടവരെ. ക്രിസ്തു ശിഷ്യന്റെ ഉള്ളിൽ നന്മയുണ്ടാകും. ആ നന്മ പ്രതിഫലിപ്പിക്കേണ്ടതാണ്. കാരണം ക്രിസ്തുവും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. കാര്യങ്ങളെ യാചനയോടെ പഠിച്ച് നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തെ തൊടണമേ, ഇവരുടെ നൊമ്പരങ്ങളെ തൊടണമേ, ഇവരുടെ അധ്വാനങ്ങളെ തൊടണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കൃപകൾ വർഷിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് നന്മകൾ വർഷിക്കണമേ. ഇവരുടെ ജീവിതത്തിന്റെ മേലുള്ള എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും ഈ ദിവ്യകാരുണ്യത്താൽ ഇവരിൽ നിന്ന്, ഇവരുടെ ഭാവനകളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് ബന്ധിച്ചു ബഹിഷ്കരിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.